Christmas vlog. നോക്കുമോ ആ കണ്ടു. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞോ. ബീഫ് ഫ്രൈ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പ എങ്ങനെ കൊച്ചിനെ തല്ലണേ? വലിയാന്റി എങ്ങനെ ചിരിക്കണേ? നാണം ഉണ്ടോ നിനക്ക്? Hey guys, welcome to my Christmas vlog. അപ്പോൾ പല്ലിനൊരു സർജറി കഴിഞ്ഞിട്ടിരിക്കുവാണ്. 1 വീക്കായി. അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ ക്ഷീണമൊക്കെ എൻ്റെ മുഖത്തുണ്ട്. ആക്ച്വലി നല്ലപോലെ സ്വെല്ലിങ്ങും പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. സ്വെല്ലിങ് ആക്ച്വലി ഇത്രയൊക്കെ ആയിരുന്നു. ചെറിയൊരു കുഞ്ഞ് ഒരു മത്തങ്ങ എടുത്ത് കവളത്ത് വെച്ച് അത്രയും ആയായിരുന്നു. എനിക്ക് ആക്ച്വലി പുറത്തൊന്നും പോകാൻ പറ്റുന്നുണ്ടായില്ല. പുറത്ത് പോകുന്നത് പോയിട്ടൊന്ന് തല കുളിക്കാൻ പോലും പറ്റിയിട്ടില്ല ഒരാഴ്ചയായിട്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു സുഖക്കുറവ് എനിക്കുണ്ട് മൊത്തത്തിൽ. എനിക്ക് കരോള് കൂടാൻ പോകാൻ പറ്റിയില്ല. പള്ളിയിലെ ഡാൻസ് പരിപാടികൾക്കൊക്കെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ തന്നെയായിരുന്നു ഒരാഴ്ച. പിന്നെ ഇന്നിപ്പോൾ ക്രിസ്മസ് കുർബാനയ്ക്ക് എനിക്ക് പോകണം എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നതാണ്. ഇന്നാണ് ഞാനൊന്ന് സംസാരിച്ച് തുടങ്ങിയത്. എനിക്ക് സ്റ്റിൽ പെയിനും കാര്യങ്ങളും ഉണ്ട്. മെഡിസിൻ, ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഇതാക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ബാക്കി ക്രിസ്മസ് വിശേഷങ്ങൾ എന്തായാലും നിങ്ങളെ കാണിക്കാം. ഹിയർ വി ഗോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ക്രിസ്മസ് ട്രീയും എൻ്റെ പുൽക്കൂടും. ഇത് രണ്ടും ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. പുൽക്കൂടിൻ്റെത് ഞാൻ പകലുള്ള വ്യൂ കാണിച്ചു തരാവേ ലൈറ്റിൽ. ആക്ച്വലി ക്രിസ്മസ് ട്രീ മറ്റേ ഇൻസ്റ്റയിലുള്ള മറ്റേ DIY റീൽസ് കണ്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, ഉണ്ടാക്കിയതാണ്. പുൽക്കൂട് ആക്ച്വലി ലിജോ ചേട്ടായി ഉണ്ടാക്കിയത്. അവർ ബാംഗ്ലൂർ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവരിങ്ങോട്ട് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഷിഫ്റ്റ് ചെയ്തത് വെച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ സെറ്റ് ചെയ്തതാണ്. പല്ലിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് ഒരുപാട് നന്നാക്കാൻ പറ്റിയില്ല. അവരുടേത് ഇതിലും സൂപ്പറാണ്. ഇതിൻ്റെ കുറച്ചൊരു പകലുള്ള വിഷ്വൽ ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ. സ്റ്റാർ നമ്മൾ 1-ാം തീയതി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹേ ഗൈസ്, ലുക്ക് അറ്റ് അവർ ഗോർജിയസ് ജോളി തോമസ്. എനിക്ക് ആൻറ്റി കൊണ്ടുവന്ന സാരി അടിച്ചു മാറ്റി കൊടുത്തിരിക്കുവാണ് ജോളി തോമസ്. അത് വലിച്ചു വറക്കല്ലോ കേട്ടോ തോമോ. ഉടുപ്പ് കാര്യം രസമുണ്ടായിരുന്നു, പക്ഷെ മറ്റത് ചുന്ദരനായല്ലോ തോമോ. ഉറങ്ങരുത് കേട്ടോ പള്ളിയിൽ ചെന്നിട്ട്. വന്നിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാനല്ലോ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഇതായിരുന്നു കേട്ടോ നമ്മുടെ പള്ളിയിൽ ഒരുക്കിയിരുന്ന പുൽക്കൂട്. നല്ല ഭംഗിയായിട്ട് KCYL മെമ്പേഴ്സ് ഒരുമിച്ചാണ് കേട്ടോ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തത്. നമ്മുടെ പള്ളിയുടെ അകത്തും നമ്മളൊരു പുൽക്കൂടും ക്രിസ്മസ് ട്രീയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പുറത്ത് കുറച്ച് ഗ്രാൻഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. പള്ളിയുടെ അകത്ത് സ്ഥലം കുറവായതുകൊണ്ടാണ് ചെറുതായിട്ട് ചെയ്തത്. അപ്പം പള്ളിയിൽ കുർബാന കഴിഞ്ഞ ശേഷം നമ്മൾ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ പുൽക്കൂടൊക്കെ കാണാൻ പോയത് കേട്ടോ. ഇതാണ് അകത്തെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും. അതും നല്ല ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയത്. പള്ളിയിൽ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു. അപ്പം പിള്ളേരുടെ എല്ലാവരുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ തൊട്ട് അതായത് തിരുവാല സഖ്യവും മിഷൻ ലീഗും KCYL ഒരുമിച്ച് ഒരുപാട് ഡാൻസും പരിപാടികളും നല്ല രസമുള്ള സിനിമ പാട്ടുകളാണെങ്കിലും ഭക്തിഗാനങ്ങളൊക്കെ ആണെങ്കിലും വെച്ചിട്ട് ക്രിസ്മസ് സോങ്സ് ആയിരുന്നു കേട്ടോ കൂടുതലും. എല്ലാം തന്നെ വെച്ചിട്ട് പിള്ളേർ കളിച്ചു. അപ്പം KCYL ഞാനും കളിക്കേണ്ടതായിരുന്നു, പക്ഷെ എൻ്റെ പല്ല് എന്നെ ചതച്ചു ഗൈസ്. അങ്ങനെ എല്ലാവരും കൂടെ അടിപൊളി ആഘോഷമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ KCYL തന്നെ കരോൾ ഗാനം എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു ഇന്ന് പള്ളിയിൽ.
വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ ശേഷം പള്ളിയിൽ നമുക്ക് ചായയും അതായത് കട്ടൻ കാപ്പിയും ക്രിസ്മസ് കേക്കും തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങി അതിനുശേഷം ദേ അടിപൊളിയായിട്ട് നമ്മൾ KCLക്കാർ കരോള് പാടി അങ്ങോട്ട് ആഘോഷിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഒരു രക്ഷയില്ലായിരുന്നു. ക്ഷീണിച്ച് കിടക്കണതേ അപ്പ എന്നെ ചെയ്യണേ നോക്കിയേ. നോക്കുമ്പോ കണ്ണൂർന്നു. അത് കത്താനടുത്തിന് ചാടി എണീച്ചു ഉള്ളി. അത് കത്താ ചിരിയെങ്കി എടുത്തണ്ടേ ചെല്ലേ അപ്പ എടുത്തല്ലേ തൊമ്മു എന്നെ അമ്മത് തൊമ്മുന് പേടിയാ. കോഴിനെ കൊക്കോയെ കാണുന്ന പോലെ അതെന്താ അത് ചേട്ടായി കത്തിക്കുന്നേ? പൂത്തിരി. ഇത് കണ്ടു കണ്ടു കത്തും കഴിഞ്ഞ്. രാവിലെ ഞാൻ ചിക്കൻ കറിക്കുള്ള സവാള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഗൈസ്. ബാക്കി ഒരുവിധമൊക്കെ മമ്മി സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ജ്യൂസ് ആയതുകൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മമ്മി നല്ല ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കറിയായിട്ട് നല്ല ബീഫൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പല്ലിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്കൊന്നും കഴിക്കത്തില്ല. ഞാൻ ജ്യൂസ് മാത്രമേ കുടിക്കുന്നുള്ളൂ ഇപ്പം ഒരാഴ്ചയായിട്ട്. എനിക്ക് സ്റ്റിച്ച് വെട്ടിയിട്ട് വേണം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അപ്പം അതുകൊണ്ട് ഞാനിത് ഇവിടെ ഇട്ടിട്ട് എൻ്റെ പണികൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഞാൻ ചിക്കൻ കറിക്കുള്ള ബാക്കി സെറ്റപ്പുകൾ ചെയ്യുവാണ്. ഒരു വികാരമില്ലല്ലോ ചേച്ചിയവര്. ഞാൻ കരയുമ്പോ നീ ചിരിക്കുവാണോ നടക്കുമ്പോ? അങ്ങനെ കരയി കൂടെ കരയും കൊച്ചു കരയും. അപ്പൊ അതൊമ്മ പോവാം, കേക്ക് കൊടുക്കാൻ പോവാം. ഇല്ല, ഞാൻ എന്നെ മറ്റു കൊടുപ്പ് അലക്കാനിട്ടു. അത് കാരണം ഉള്ള വിവരത്തിട്ടതാ. ഇതിപ്പോ വന്നത് എന്റെ ക്രിസ്മസ് യൂണിഫോം ആയിട്ടുണ്ട്. എല്ലാ കൊല്ലം ക്രിസ്മസിന് ഡ്രസ്സാ. എനിക്കല്ല, എന്റെ കൂടെ തന്നെ. അമ്മയ്ക്ക് ടാറ്റ കൊടുക്ക്. ഹാപ്പി ക്രിസ്മസ് പറയാമോ? അത് കൊടുക്ക്. ഹാപ്പി ക്രിസ്മസ് പറയാൻ കൊടുക്ക. കള്ളനാ നടക്കാനാന്നൊക്കെ പറഞ്ഞ് നടന്നു തുടങ്ങിയിട്ട് ലാസ്റ്റ് എന്റെ ഒക്കത്ത് കയറിക്കൂടി. അങ്ങനെ എല്ലാ തവണത്തെയും പോലെ പപ്പയുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ ഇതുപോലെ എന്തെങ്കിലും പെരുന്നാള്, ക്രിസ്മസ് അങ്ങനെ നല്ല പരിപാടികളൊക്കെ വരുമ്പോൾ പപ്പയെ ചിക്കൻ കറി വെക്കണം. പപ്പയുടെ ചിക്കൻ കറി സൂപ്പറാ അല്ലേ പേ? അടിപൊളിയാ. മമ്മി ഇത് ഇവിടെ വെണ്ടയ്ക്ക തോരനുള്ള പ്രിപ്പറേഷനിലാണ്. ഇത്തവണ എനിക്കധികം പണികളില്ല. എൻ്റെ പല്ലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എസ്കേപ്പ് ആയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തൊമ്മു അവിടെ ഇരിക്കുന്നുണ്ട്. തൊമ്മു ഹായ് പറ. ഹായ് ഹായ്. ജ്യൂസായിട്ടുള്ള എൻ്റെ സർവൈവൽ ഇതാ ഈ ജ്യൂസ് വെച്ചിട്ടാണ് കേട്ടോ. ഷുഗർ ഇടൂല ജ്യൂസിൽ. പൈനാപ്പിൾ ജ്യൂസാണത്. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ പേരക്കയും കൊണ്ട് മമ്മി ഷേക്ക് അടിച്ചിരുന്നു. സ്മൂത്തി ഉണ്ടാക്കാറുണ്ടായിരുന്നു. പഴമൊക്കെ വെച്ച് ഷേക്ക് അടിക്കുമായിരുന്നു. ഈ പല്ലിൻ്റെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അതൊക്കെ വന്നാൽ നമുക്ക് പിന്നെ ഇങ്ങനെയൊക്കെ പറ്റും. ഈ ഒരു ജ്യൂസ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് മുമ്പോട്ട്. ഇപ്പോൾ തീർന്ന തിളക്കുകയാണ് കേട്ടോ. അവിടെ തോരനായി. ഈ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ് ഈ ഗോണി. ഇത് കണ്ടോ, പശുവിൻ്റെ തൊട്ടിയിൽ പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതെ,
കനലിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിലെന്തോ വീണു. തൊട്ടി ഉണ്ടോ, ഭയങ്കര ക്യൂട്ടല്ലേ ഈ തൊട്ടി. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ ചേട്ടായി. ഇതിന് വേറെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ പുൽക്കൂട് അടിപൊളിയാണ്. അവരവിടെ ബാംഗ്ലൂർ ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട്. ഇത് വേറെ കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും എനിക്ക് സെറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ വേദനയും പല്ലിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പച്ച സാധനം കിട്ടാത്ത കാരണം ഇത് വെച്ചിട്ടാണ് DIY ചെയ്തേക്കുന്നത്. കിടുങ്ങാമണികളൊക്കെ ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മമ്മിയുടെ ബീഫ് ഫ്രൈ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കണത്. നമ്മൾ അധികം തീയൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് കത്തിക്കത്തില്ല. അതായത് കണ്ടോ, കനലിലാണ് ഈ സാധനം സെറ്റ് ചെയ്യണത്. നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. മമ്മിയുടെ ഈ ബീഫ് ഫ്രൈ ഭയങ്കര രസമാണ്. ഇത് ഇതുപോലൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല കറുകറുന്ന് കറുത്ത് വരും. നമ്മൾ ഗ്യാസിലിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യണ പോലെയല്ല. ഇത് മമ്മി രാവിലെ വെച്ചേക്കുന്ന, ഉച്ചയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ മമ്മി ഇതാക്കി കനലിൽ ഇങ്ങനെ ഇട്ട് വേവിക്കുന്നതാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല കുരുമുളക് പൊടി ഇട്ട് നല്ല ടേസ്റ്റാണ്. മമ്മിയുടെ ഈ ബീഫ് ഫ്രൈയും മമ്മിയുടെ കപ്പ ഇറച്ചി, ഇത് രണ്ട് ഞാൻ ഭയങ്കര ഫാനാണ് മമ്മിയുടെ ഈ രണ്ട് സാധനത്തിൻ്റെ. സൂപ്പറാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെറുക്കി തിന്നുവരുമെന്ന്. പക്ഷെ എനിക്കിപ്പോൾ ഈ പല്ലും കുന്തമൊന്നും ഇല്ലാത്ത എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇതൊന്നും കഴിക്കാൻ പറ്റാനുള്ള. ക്രിസ്മസ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. നല്ല മീൻകറി ഉണ്ട്, കുടംപുളി ഇട്ട് നല്ല അടിപൊളി മീൻകറി ഉണ്ട് കേട്ടോ. അവള് കൊച്ചുങ്ങളെ രണ്ടിനെ അവളും കൂടെ സ്കൂളിൽ പോകും. അപ്പം തിരിച്ചു കൊണ്ടുവരുകയും ചെയ്യാനോ. എനിക്ക് അറിഞ്ഞൂടാ നന്മയ്ക്കാണോ ഇതാണോ മിയ 2 മണി? ഇതാണോ 2 മണി? മിയ? സ്റ്റാറ് പറയും. എന്റെ ഉടുപ്പ് നല്ല രസമുണ്ട്. അയ്യേ ചീച്ചിയാണേ അതൊക്കെ. ഇടയ്ക്ക് എന്നാന്നൊന്ന് പഞ്ഞു ഒത്തേ അപ്പയ്ക്ക്. കുഞ്ഞാലാണ് ഞാൻ മേടിച്ചു കൊടുത്തേക്കണം. നല്ല സുഖ സൗകര്യമായിട്ട് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇരിക്കുക അവർക്ക്, അല്ലേ മിയ? അതിനുറങ്ങും. അതിലിരുന്ന് ഉറങ്ങൂലാത്ത എന്താ? മാറ്റിക്കൊണ്ട് പോണോ മിയ? പോകുമ്പോ ഇതെടുത്ത് കൊണ്ടിട്ട് അത് തൊമ്മുച്ചേട്ടേക്ക് കൊടുത്തിട്ട് പോയാലോ? നീ ഇപ്പൊ ഉറങ്ങുന്നു തോന്നുന്നുണ്ട്. തൊമ്മു അപ്പ എങ്ങനെ കൊച്ചിനെ തല്ലണേ? വലിയാൻറ്റി എങ്ങനെ ചിരിക്കണേ? അങ്ങനെയാണപ്പാ? മീക്ക് എന്തോ പറ്റിയേക്കണത്. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. എന്നാ പാടിക്കോ? നീ പാടിക്കോ. മിട്ടു പാടിക്കും. മിട്ടു കണ്ണില്ലാണ്ട് മഴ കാർമേഘം. ശരിയല്ലേ? കലണ്ടറിൽ കാണുന്ന ഫ്രൂട്ട്. കലണ്ടറിൽ കാണുന്ന ഇംഗ്ലീഷ് ഡേറ്റ്സ്. ചേച്ചിക്ക് ചേട്ടൻ കീ കൊടുത്തു. അപ്പൊ ചേട്ടൻ ഇറങ്ങിപ്പോയി മാറ്റിന്ന്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ചേച്ചിയോട് കീ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അതെങ്ങനെയാ പാട്ടാ? അത് പാട്ടോ? മലയാളം പാട്ടാണോ, ഹിന്ദി പാട്ടാണോ, ഇംഗ്ലീഷ് പാട്ടാണോ? 2Aയും 4Bയും ഇതൊക്കെ പഠിക്കലാണ് പണി. ഇത്രയും ശ്രദ്ധ അവക്കടെ പഠിത്തത്തിലുണ്ടായിരുന്നെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് അവക്ക് ജുവലിൻ തോമസിന് കിട്ടിയാൽ. എത്ര പിള്ളേരാ മൊത്തമുള്ളത്? 12. നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് എന്നെ പഠിപ്പിച്ച അവൾക്ക് 4ാമത്തെ റാങ്കായിരുന്നു. അവളിപ്പോ 13ആയി. അപ്പൊ ഞാൻ ചുമ്മാ തള്ളണാ നീ. എന്നാ നിനക്ക് 25, 50, 30 മേടിച്ചോ നീ?
ഉത്തരം പറയാം എന്തോട് ഉത്തരം പറയണം. ആ എന്റെ കൽബിലേന്ന് എന്റെ പറഞ്ഞേ ആ എന്റെ കൽബിലെ ആൻസർ പറഞ്ഞേ. എന്റെ കീതാ എന്റെ കീതാബിലെ പെണ്ണെ. എന്റെ കിതാബിലെ പെണ്ണെ കിതാബല്ല കിതാബ് എന്നാണ് പുസ്തകം. കിതാബിലെ പെണ്ണെ ചോദിക്കാം. അവിടെ വെക്കാം അവിടെ. എന്നാ എന്റെ ചോദ്യം മറന്നു. ആ ചന്ദ്രിക രമണനോട് ഒരു കുരങ്ങിന്റെ പടം വരച്ചു തരാവോന്ന് ചോദിച്ചു. അപ്പൊ രമണൻ ചന്ദ്രികയോട് എന്താ ഉത്തരം പറഞ്ഞേ? അല്ല, സ്വയംവര ചന്ദ്രിക. ഏറ്റവും കൂടുതൽ കേട്ടോ. നേരത്തെ ജുവൽ എന്റെ മടി കിടന്നതിന് ജുവലിന്റെ തലയെ പിടിച്ച് കുത്തണു അമറണു. എന്നൊക്കെയാ നീ ചുമ്മാ ചൊറിഞ്ഞ് മേടിക്കല്ലേട്ട് ജുവൽ. ആ ചെറുക്ക കടിക്കൂട്ട് നല്ല കടി വെച്ച് വരും. കടി കൊടുക്ക എടി തിന്നു കൊടുക്ക. അവൻ എന്നാ ജുവലേച്ചിക്ക് കടി കൊടുക്ക. കൊടുക്ക കടി കൊടുക്ക അവക്ക്. അവനെന്നാ ചെയ്യണേ നോക്കട്ടെ ജുവലെ. പഴക്കമാത്തം തീർന്നില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? ഉച്ചക്കെത്തി പാർവതി 12:18 തൊമുന് കത്തിക്കാൻ കൊടുത്തില്ലല്ലോ ഒന്നും. മീക്ക് ഇഷ്ടാന്ന് തോന്നു അല്ലേ? മീക്ക് ഇഷ്ടാന്ന് തോന്നു. വിട്ടു കത്തിച്ചില്ല ഒന്നും. ലാസ്റ്റത്തെ അറിഞ്ഞില്ല. അല്ല എങ്ങാനും ഇപ്പൊ പൊട്ടാത്ത നാളെ വിറ്റടിച്ചു വരുമ്പോ ഞാൻ വിറ്റടിച്ചു വരുമ്പോ പൊട്ടിയാ ഞാൻ പേടിച്ചോല്ലേ? അതിന് ഞാൻ ഈ വീട്ടില് വിറ്റടിക്കാറില്ലേ? ഞാനേ വിറ്റടിക്കാറ്. എടിയേ മാറി നിൽക്കണ്ടേ? അത് കറങ്ങി കറങ്ങി വരൂലേ? ചപ്പാത്തി ഉണ്ട്, ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, മീൻ കറി ഉണ്ട്,
മമ്മിയുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ട്, കുമ്പളങ്ങിന്റെ മോരേറി ഉണ്ട്, വെണ്ടയ്ക്ക തോരനുണ്ട്. ജ്വൽ എന്താ എന്തായാലും കഴിച്ചാൽ തൊമ്മ ജുവലിന്റെ സൈഡിൽ നിന്ന് മാറാനുള്ള കേട്ടോ. അയ്യേ അവന് വെള്ളത്തിനാ, അങ്ങനെ കൊടുത്താൽ അവനെ കുടിക്കാറിയില്ല. അവന് കൊടുക്കാതെ കുടിക്കാറിയില്ല. എങ്ങനെയുണ്ട് ജോലെ? ഒന്നും കൂടെ, അതല്ല അത് ഓൾറെഡി റെക്കോർഡിങ് ചെയ്ത് ഞാൻ ഞെക്കിയപ്പോ സ്റ്റോപ്പ് ആയി പോയി. ഒന്നും കൂടെ, റെഡി 1